പിന്നെ റുക്നു അസ്സാബിയ, ഏഴാമത്തെ റുക്ന് എന്താണ്? വൽ ഇഅ്തിദാലു മിൻഹു, ആ റുക്കൂഇൽ നിന്ന് തല ഉയർത്തൽ, സുജൂദിൽ നിന്ന് തല ഉയർത്തൽ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഹദീസു മുസീഇ സ്വലാത്ത്, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സുമ്മസ്ജുദ് ഹത്താ തത്മഇന്ന സാജിദ, സുജൂദ് ചെയ്യുക, ആ സുജൂദിൽ അടങ്ങി ഒതുങ്ങി കഴിയുക. സുമ്മർഫ, പിന്നെന്ത് ചെയ്യുക? ആ സുജൂദിൽ നിന്ന് തല ഉയർത്തുക. അപ്പൊ സുജൂദിൽ നിന്ന് തല ഉയർത്തുക എന്നുള്ളത് റുക്നാണ്. അതിൽ കൂടുതൽ പറയാനില്ല. അതാണ് ഏഴാമത്തെ റുക്ന്. ഇനി എട്ടാമത്തെ റുക്ന് അൽ ജൽസതു ബൈന സജദതൈൻ, രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം, അത് റുക്നാൻ. സ്വഹാബിമാർ പറയുന്നുണ്ട് വകാന യഖഉദു ഫീമാ ബൈന സജദതൈനി നഹ്വ മിൻ സുജൂദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര സമയം സുജൂദ് ചെയ്യോ അത്ര സമയം എന്ത് ചെയ്തിരുന്നു? സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം ഉണ്ടായിരുന്നാൻ. അപ്പം നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ പിന്നെയും ശ്രദ്ധിക്കും. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഭയങ്കര സ്പീഡായിരിക്കും, ഭയങ്കര വേഗതയായിരിക്കും. നമ്മളെ നടുവൊന്നും നിവർന്നിട്ടുണ്ടാവില്ല. അതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടാവും? പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടായിരിക്കും. ചിലപ്പോൾ അത് സുജൂദ് പോലും തക്ബീർ അല്ലല്ലോ ഒക്കെ ഒപ്പായിരിക്കും. അപ്പം അത് ശരിയല്ല. ഇത് ശരിയല്ല എന്ന് മാത്രമല്ല, റുക്കിനാണെന്ത് അത് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സാവകാശം കാണിക്കണം. ശരിക്ക് ഇരുന്ന് ആ പ്രാർത്ഥനയൊക്കെ ചൊല്ലി അടങ്ങി ഒതുങ്ങിയതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? വീണ്ടും സുജൂദിലേക്ക് പോകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സുമ്മർഫ ഹത്താ തത്മഇന്ന ജാലിസ, സുജൂദിൽ നിന്ന് ഉയർന്ന് അടങ്ങി ഒതുങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുക? സുജൂദിലേക്ക് പിന്നെ പോവുക. അതിൻ്റെ ഇടയിലുള്ള ഇരുത്തം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഇരുത്തത്തിൽ നമ്മൾ സാവകാശം കാണിക്കണം. നേരെ പോയിട്ട് സുജൂദിൽ കിടക്കരുത്. ഇനി ഇവിടെ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ നമ്മുടെ കൈകൾ എവിടെ വെക്കേണ്ടത്? കാൽമുട്ടിലാണോ തൊടയിലാണോ? കാൽമുട്ടിൽ. ഒട്ടുവന്ന് കുറച്ച് കയറിയിട്ടില്ലേ? ആയിക്കോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് രണ്ട് രൂപം വന്നിട്ടുണ്ട്. കാൽമുട്ടിലും വെക്കാം, അതുപോലെ തന്നെ തൊടയിലും വെക്കാം. ഈ രണ്ട് രൂപവും സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. അപ്പോൾ ഇതാണ് അർ റുക്നു അസ്സാമിൻ, എട്ടാമത്തെ റുക്ന്. അൽ ജൽസതു ബൈന സജദതൈൻ, രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം. അപ്പം അത് മറന്നിട്ട് ഒഴിവാക്കാൻ പറ്റുമോ? ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ റുക്നും വാജിബും ഇതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കുന്ന എന്തിനാണ്? വാജിബാണ് നഷ്ടപ്പെട്ടതെങ്കിൽ എന്ത് ചെയ്താൽ മതി? അവസാനം രണ്ട് സുജൂദ് ചെയ്താൽ മതി. റുക്നാണ് നഷ്ടപ്പെട്ടെങ്കിൽ സുജൂദ് ചെയ്താൽ മതിയോ? ഇല്ല. അവരെന്ത് ചെയ്യണം? ആ റക്കാത്ത് തന്നെ വീണ്ടും നിർവഹിക്കണം. ഞാൻ റക്കാത്ത് തീർന്നിട്ടില്ല എങ്കിൽ ഏത് റുക്നാണ് നഷ്ടപ്പെട്ട അങ്ങോട്ട് മടങ്ങുക, എന്നിട്ട് വീണ്ടും ആ റക്കാത്ത് നിസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞിട്ടാണ്, കുറേ കഴിഞ്ഞിട്ടാണെങ്കിൽ എന്ത് ചെയ്യണം? നിസ്കാരം മടക്കി നിർവഹിക്കണം. അപ്പോൾ അതൊക്കെ വേർതിരിച്ച് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക.